എല്ലാവർക്കും നമസ്കാരം. ഒരു കൃത്യമായിട്ട് പറഞ്ഞ 1 മാസങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട പ്രകാശേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം ഇതിനു മുന്നേ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള അന്ന് കേൾവിക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അത് ശരിക്കും ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് അന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം. എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രിയങ്ക, എനിക്ക് MS പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ്, ഒരു ചെറിയ ചിത്രം, അത് വളരെ പ്രാധാന്യം ഉള്ളതാണ്. അപ്പോൾ ഞാനങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നു, പ്രിയങ്കയ്ക്ക് അതിൻ്റെ ഭാഗമാകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ MS മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അത് ആ ഒരു അവസ്ഥ അനുഭവിക്കുന്ന ഒരു പേഷ്യൻസിനെ, ഒരു വ്യക്തികളെയും എനിക്ക് നേരിട്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് ഒരുപാട് അറിവില്ല. തീർച്ചയായിട്ടും ഞാനത് കൂടെ നിൽക്കാം. കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ പിന്നെ അതിനുശേഷം അതിനെ പറ്റിയിട്ട് എൻ്റെ ചുറ്റിലുള്ള എൻ്റെ ഫ്രണ്ട്സ് ഡോക്ടേഴ്സിൻ്റെ അടുത്താണെങ്കിലും ഞാൻ അതിനെപ്പറ്റി ഒരുപാട് വായിക്കുകയും അറിയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചുറ്റിലും ഒരുപാട് പേര് അതിൽ ബുദ്ധിമുട്ടുണ്ട്, അവരുടെ ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു MS പേഷ്യന്റിനെ കാണുമ്പോഴത്തേക്ക് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് മാത്രമാണ് ഞാൻ വായിച്ചറിഞ്ഞത്. അപ്പോൾ അദ്ദേഹം എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നു. അപ്പോഴും എൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത് അതായത് അവരത് ഡയഗ്നോസ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റേജിലുള്ള ഒരു സ്ത്രീയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് MS ഉള്ള ഒരാളിനെ കാണുമ്പോൾ ഇത് ഞാൻ കടന്നു പോകുന്ന പ്രയാസങ്ങളാണെന്ന് തോന്നുക വേണം. പക്ഷേ അതേ സമയത്ത് അത് പ്രേക്ഷകരിലേക്ക്, നമ്മുടെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അവർ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണിക്കുകയും വേണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഈ പറഞ്ഞ കുറച്ച് സമയം കൊണ്ട് നമുക്ക് കാണിക്കാനും പറ്റില്ല, ഉൾക്കൊള്ളിക്കാനും പറ്റില്ല. അപ്പോൾ അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു ആക്ടറിനുള്ള സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. എനിക്കറിയില്ല ആ ഒരു കടന്നു പോകുന്ന മാനസികാവസ്ഥയോ ആ ഒരു ശാരീരികമായിട്ടുള്ള ഒരു പെയിനോ എനിക്ക് പറഞ്ഞു കേൾക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ആദ്യം കുറച്ച് പോർഷൻ നമ്മൾ ഷൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ തലേദിവസം പ്രകാശേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് അത്തരത്തിലുള്ള ഒരാളെങ്കിലും എനിക്ക് കാണാൻ പറ്റിയാൽ, അവരോടൊന്ന് സംസാരിക്കാൻ പറ്റിയാൽ നല്ലതായിരുന്നു. ഇപ്പം നമ്മൾ കുറച്ച് പോർഷൻ ഷൂട്ട് ചെയ്തതിന് ശേഷം മിസ്റ്റർ രാമദേവ് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ 1-2 പേര് നമ്മൾ കണ്ടിരുന്നു. അവർ ശരിക്കും വരുമ്പോഴത്തേക്ക് അവരുണ്ടെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. പിന്നെ അത് ശ്രദ്ധിക്കുമ്പോൾ അവർ നടക്കുമ്പോൾ ഉള്ളൊരു ചെറിയ ബുദ്ധിമുട്ട്, ഇതൊക്കെ മാത്രമാണ്. പക്ഷെ ഇത് മാത്രം വെച്ചിട്ട് എങ്ങനെയാണ് ഇവരുടെ ഒരു മൊത്തത്തിലുള്ള ഒരു അവസ്ഥ കാണിക്കുക എന്ന് പറയുന്നത്, അത് കുറച്ചുകൂടെ വെല്ലുവിളിയായി. തീർച്ചയായിട്ടും എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ തുടർന്ന് അങ്ങോട്ടുള്ള ജേണിയിൽ എൻ്റെ ഒരു സാമൂഹിക പ്രതിബദ്ധത എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളുടെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ കൂടെയുള്ള സഹമനുഷ്യരോട് എനിക്ക് അവരുടെ മുന്നോട്ടുള്ള ഇത്രയും ബുദ്ധിമുട്ടുകളിൽ കൂടെ നിൽക്കാനുള്ള പൂർണ്ണമായ മനസ്സും എനിക്ക് ചെയ്യാൻ കഴിയുന്ന എൻ്റെ സപ്പോർട്ടും എൻ്റെ പ്രസൻസ് കൊണ്ടുള്ള എന്താ പറയുക, ഞാൻ കൂടെ ഉണ്ടാവും. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.